അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരു ഭ്രാന്തുള്ള വ്യക്തിക്ക് ഒരിക്കലും ഇസ്ലാമിക നിയമങ്ങൾ അനുസരിക്കേണ്ടതില്ല. ഇസ്ലാമിക നിയമങ്ങൾ ബുലൂഗെത്തിയ, അതായത് പ്രായപൂർത്തിയെത്തിയ, ബുദ്ധിയും വകതിരിവുമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇസ്ലാമിക നിസ്കാരങ്ങളാകട്ടെ, നോമ്പാകട്ടെ, ഏത് വിഷയവും ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാൻ ബാധ്യതയുള്ളൂ. ഒരിക്കലും ഒരു ഭ്രാന്തുള്ള വ്യക്തിക്ക് നിസ്കരിക്കണ്ട, നോമ്പ് നോക്കണ്ട, അങ്ങനെയൊന്നും വേണ്ട. അദ്ദേഹം വലിയ ആയിക്കൊണ്ട് ചിത്രീകരിക്കാനും നമുക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഒരിക്കലും ഒരു വലിയാവുകയില്ല. എപ്പോഴാണ് വലിയാവുക? അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ കൃത്യമായി അനുസരിക്കുമ്പോൾ മാത്രമേ ഒരാൾ വലിയാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ വലിയാകണമെങ്കിൽ കൃത്യമായി നിസ്കരിക്കണം, കൃത്യമായി നോമ്പ് നോക്കണം, കൃത്യമായി ഇബാദത്തുകളിൽ മുഴുകണം, തഖ്വയോടുകൂടി ജീവിക്കണം, റബ്ബൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അനുസരിക്കണം, പ്രവാചകൻ കാണിച്ചു തന്ന ജീവിതം അതുപോലെ അനുധാവനം ചെയ്തുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അപ്പോഴാണ് ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ വലിയായി മാറുക. എന്നാൽ ഭ്രാന്തുള്ള ഒരാൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഔലിയായി മാറാൻ സാധ്യമല്ല. പക്ഷേ ഈ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വളരെയധികം പൊക്കിപ്പറയുന്ന വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഒരസുഖം വേണ്ടാന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. 3 ഡയാലിസിസ് എന്നാണ്. ഒരാൾക്ക് 3 ഡയാലിസിസ് ഒരു ദിവസം എടുക്കുക എന്നുള്ളത് അത് കേട്ടുകേൾവ് മാത്രമാണ്. അങ്ങനെ 3 ഡയാലിസിസ് ഒരു ദിവസം എടുക്കുന്ന വ്യക്തിക്ക് ഇനി 1 വേണ്ട 3 വേണ്ട എന്ന് പറയുന്ന ചില രംഗങ്ങൾ CM ഉണ്ടായിരുന്നു എന്നത്രേ. ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നുപോയപ്പോൾ ആ ഫ്ലൈറ്റിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയത്രേ. ട്രെയിൻ ഇങ്ങനെ പോയപ്പോൾ ആ ട്രെയിനിനെ ഒന്ന് സ്ലോ ആക്കിയതും പിടിച്ചു നിർത്തിയതും CM ആണത്രേ. ഇങ്ങനെ ധാരാളം മായാവി കഥകൾ പറഞ്ഞുകൊണ്ട് CMനെ വലുതാക്കുന്ന സംഭവങ്ങൾ. മാത്രമല്ല, ഭ്രാന്താണ് എന്ന് തെളിയിക്കാൻ വേണ്ടി വീണ്ടും പറഞ്ഞു, നിസ്കരിക്കൂല, നോമ്പ് നോക്കൂല, റമദാനിൽ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടോ ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് ഭ്രാന്തനെന്ന് വിളിക്കുന്നത് എനിക്കേറെ ഇഷ്ടമാണ് എന്ന് CM പറഞ്ഞു എന്ന രൂപത്തിലൊരു പാട്ട് അവർ അവതരിപ്പിക്കുന്നുണ്ട്. ആ പാട്ടിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. മടവൂർ പിരാന്തനെന്നെ വിളിക്കുന്ന മനുജന്മാരോടെനിക്കേറെ ഇഷ്ടം. മഹനീയമാണ് പിരാന്തെന്നതറിയുവാൻ അനുഭവമേക്കാളും ഇല്ല സൃഷ്ടം. കേട്ടില്ലേ? ഭ്രാന്തനെന്ന് വിളിക്കുന്ന അനുചരന്മാരെയാണ് എനിക്കേറെ ഇഷ്ടമെന്ന് CM മടവൂർ. സത്യത്തിൽ മൂപ്പർക്ക് ഭ്രാന്ത് തന്നെയാണ്. അത് ഒന്നുകൂടി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അനുയായികൾ. അപ്പോൾ ഭ്രാന്ത എന്ന് വിളിച്ചാൽ ആ ഭ്രാന്ത എന്ന് വിളിക്കലാണ് എനിക്കേറെ ഇഷ്ടമെന്ന് CM മടവൂർ പറഞ്ഞു അത്രേ. എത്ര രസകരമായ, ചിരിക്കാനുള്ള ഒരു ബാലരമ കഥ പോലെയാണ് ഇതൊക്കെ കാണാൻ സാധിക്കുക. അതൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അറിയാൻ കഴിയില്ല. എന്താണ് ആ ഭ്രാന്ത്? അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അറിയാൻ പറ്റില്ല. അത് അനുഭവത്തിലൂടെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പിൽക്കാരക്കാരെ വിശ്വസിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തൊരു പ്രസ്താവന ഉണ്ട്, അതും കൂടി നമുക്ക് കേൾക്കാം. മലബാറിൽ പിറന്നിട്ടും മടവൂരറിഞ്ഞില്ലേ മകനെ നിനക്കുണ്ട് ലോകനഷ്ടം. കേട്ടില്ലേ? മലബാറിൽ പിറന്നിട്ട് മടവൂരിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ മകനെ നിനക്കാണ് ലോകനഷ്ടം. മലബാറിൽ പിറന്നിട്ട് മടവൂരിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് ഇദ്ദേഹം പറയാണ് ആ പാട്ടിലൂടെ. എന്താണ് സഹോദരങ്ങളെ ഈ സമുദായത്തിന് പറ്റിയത്? ഇവരെ എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പ്രസംഗിക്കുകയും സംസാരിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നത്? മലബാറിൽ പിറന്നിട്ട് അള്ളാഹുവിനെ അറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ റസൂലിനെ അറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം അറിയാതെയാണ് ഒരു മനുഷ്യൻ മരിച്ചത് എങ്കിൽ അവനാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് പാടിയിരുന്നെങ്കിൽ അത് 100% ശരിയാണ്. പക്ഷേ മടവൂരിൽ അല്ലെങ്കിൽ മലബാറിൽ ജനിച്ച ഒരു വ്യക്തി മടവൂരിനെ അറിഞ്ഞില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ലോകനഷ്ടമെന്ന് പറയുമ്പോൾ എന്തടിസ്ഥാനമാണുള്ളത്?
എന്ത് നഷ്ടമാണ് അവനുള്ളത്? എന്താണ് അവന് നഷ്ടപ്പെടാനുള്ളത്? ആകെ നഷ്ടപ്പെടാനുള്ളത് ഇത്തരം ഷിർക്കും ഖുറാഫാത്തും ഇത്തരം ഒരു ഭ്രാന്തനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നത് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ. കുറച്ച് തമാശയും ചിരിയും പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആ ചിരി അത് നഷ്ടപ്പെട്ടു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നാളെ പരലോകത്തൊരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല, ഈ ദുനിയാവിലും ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചിരി വരും, അത്ര മാത്രമേ നഷ്ടപ്പെടാൻ പോകുന്നുള്ളൂ എന്നത് തിരിച്ചറിയുക. ഇത്തരം ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് വിട്ടുനിൽക്കുക. സത്യസന്ധമായി കാര്യങ്ങളെ പഠിച്ച് ദീനിനോട് കൂറുള്ളവരായി മാറുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.